എൻ്റെ അമ്മയെ കണ്ണടച്ച് തുറക്കും മുമ്പേ തന്നെ നമ്മുടെ ലുക്കിനെ തന്നെ മാറ്റാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒരു നാച്ചുറൽ ഡൈ ആണെന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട് പോകുന്നത്. ഇത് നമ്മൾ തലയിൽ അപ്ലൈ ചെയ്താൽ പടരുകയോ അങ്ങനെ ഒന്നും തന്നെ ഇല്ല. ഞാൻ ഈ കൈ കഴുകുമ്പോൾ തന്നെ നിങ്ങൾക്കത് മനസ്സിലാവും. അപ്പോൾ ഈ ഒരു നാച്ചുറൽ ഡൈ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ക്ഷമയും നമ്മുടെ വീട്ടിലുള്ള 2 ഇൻഗ്രീഡിയൻറ്റും കൂടെ മതി കേട്ടോ. അപ്പോൾ ഈ ഒരു ഡൈ എങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നത് നമുക്ക് നോക്കാം. ഒരു 2 പിടി സവാളയുടെ തൊലിയാണ് വേണ്ടത് കേട്ടോ. ഈ സവാളയുടെ തൊലിയിൽ കുറച്ച് പൂപ്പലൊക്കെ ഉണ്ട് കറുത്ത കളറിൽ. അത് ഞാൻ നല്ല രീതിയിൽ കഴുകിയെടുക്കുന്നുണ്ട്. കഴുകിയെടുക്കാതെ നിങ്ങൾ ഇത് അതിലിട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് അലർജി പ്രശ്നങ്ങൾ വരാൻ വേണ്ടിയിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ. കാരണം ഇത് ഒരു ഫംഗസ് ആണ്, അതുകൊണ്ടാണ്. അപ്പോൾ നല്ല രീതിയിൽ കഴുകി ഒരു 10 മിനിറ്റ് നമ്മൾ വെള്ളത്തിലിട്ട് കുതിർത്ത് അതിന് കഴുകിയതിന് ശേഷം ഒരു അടികട്ടിയുള്ള പാത്രം വയ്ക്കുക. ഞാനിപ്പോൾ മൺചട്ടിയാണ് വെച്ചിട്ടുള്ളത്. അത് ചൂടായി വരുന്ന സമയത്ത് ഇത് നമുക്ക് പിഴിഞ്ഞ് ആ ചട്ടിയിലേക്ക് ഇട്ട് നല്ലവണ്ണം ഒന്ന് വറുത്തെടുക്കാം. അതിൻ്റെ നനവൊക്കെ മാറുന്നത് വരെ ഒന്ന് നമുക്ക് വറുത്തെടുക്കാമേ. അപ്പോൾ ഈ ഒരു ഡൈ എന്ന് പറയുന്നത് നമ്മുടെ മുടി കറുപ്പിക്കുന്നതിനോടൊപ്പം തന്നെ മുടിയുടെ വളർച്ചയെ കൂട്ടാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഐറ്റംസാണ് നമ്മളിതിൽ ചേർത്തിട്ടുള്ളത്. നമ്മുടെ സവാളയുടെ തൊലിയാണെങ്കിൽ മുടി കിളിർക്കാനും അതുപോലെ തന്നെ നമ്മുടെ സവാളയിൽ സൾഫർ കണ്ടൻറ്റ് ധാരാളമുണ്ട്. അത് മുടി പൊട്ടിപ്പോകുന്നത് തടയാനും എല്ലാം സഹായിക്കുന്ന ഒരു ഐറ്റമാണ്. ഇനി അത് ചെറുതായിട്ട് നനവെല്ലാം മാറി വരുന്ന സമയത്ത് അതിലേക്ക് നമുക്ക് 2 പിടി അളവിൽ കറിവേപ്പില ഇട്ട് കൊടുക്കാം. നാടൻ കറിവേപ്പിലാണെങ്കിൽ അതായിരിക്കും നല്ലത്. അപ്പോൾ വീട്ടുമുറ്റത്തുള്ളതാണെങ്കിൽ നമുക്ക് ഒരു വെള്ളം ജസ്റ്റ് കഴുകിയാൽ മതി. പുറത്തുനിന്ന് മേടിക്കുകയാണെങ്കിൽ മഞ്ഞൾപ്പൊടി കലക്കിയ വെള്ളത്തിൽ കഴുകാൻ വേണ്ടിയിട്ട് മറക്കരുത്. അതിനുശേഷം നമുക്ക് നല്ല രീതിയിൽ ഇതിനെ വറുത്തെടുക്കാം കേട്ടോ. ഇത് ചെറുതായിട്ട് പൊടിഞ്ഞ് വരുന്നതേ ഉള്ളൂ, കറുത്തിട്ടില്ല. നമുക്ക് നല്ല കരിച്ച് മൊരിച്ചെടുക്കണം. വീഡിയോയുടെ ആദ്യ ഭാഗത്ത് ഞാൻ പറഞ്ഞതുപോലെ കുറച്ച് ക്ഷമ വേണം കേട്ടോ ഇത് നമുക്ക് വറുത്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് നമ്മൾ വറുത്ത് വരുന്ന സമയത്ത് പുകയൊക്കെ വരും. ശ്വാസമുട്ടലുള്ളവരൊക്കെ അത് സൂക്ഷിച്ചിട്ട് വേണം ഈ ഒരു ഡൈ ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മുടെ സവാളയുടെ തൊലിയും അതുപോലെ തന്നെ കറിവേപ്പിൻ്റെ തൊലിയൊക്കെ നല്ലവണ്ണം വറുത്തെടുത്തിട്ടുണ്ടേ. അപ്പോൾ ഞാൻ കൈ കൊണ്ടൊന്ന് ചെറുതായിട്ടൊന്ന് തൊട്ട് നോക്കിയാൽ പൊടിഞ്ഞിട്ടുണ്ട്. പക്ഷെ നല്ല ചൂടായിരുന്നു കേട്ടോ. അതിൽ നമ്മുടെ പാത്രത്തിൽ തന്നെ നല്ല രീതിയിൽ കനലും വന്നിട്ടുണ്ടായിരുന്നു. അത്രയ്ക്ക് നല്ല രീതിയിൽ ഇത് മൊരിഞ്ഞിട്ടുണ്ടായിരുന്നേ. ഇനി നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. തണുത്തതിന് ശേഷം മിക്സിയുടെ ജാറിലാക്കി പൊടിച്ചെടുക്കാമേ. അപ്പോൾ നമ്മൾ പൊടിക്കുമ്പോൾ ഇങ്ങനെയാണ് കിട്ടുന്നത്. നമ്മുടെ മിക്സിയുടെ ജാറിൻ്റെ അടപ്പിൽ ഇതുപോലെ പൊടി ഇരിപ്പുണ്ട്. അത് നമ്മൾ ജസ്റ്റ് കയ്യിലെടുത്ത് നോക്കുമ്പോൾ തന്നെ നല്ല രീതിയിൽ നമ്മുടെ കയ്യിൽ കറുത്ത കളർ ആവുന്നുണ്ട്. ഇനി നമുക്ക് ഇങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് 1-2 നരച്ച മുടിയാണുള്ളതെങ്കിൽ ഈ ഒരു പൊടി ആ നരച്ച മുടിയിൽ മാത്രം ഒന്ന് ചെറുതായിട്ടൊന്ന് ടച്ച് ചെയ്താൽ മാത്രം മതി. അത് ഇപ്പം നമുക്ക് പെട്ടെന്ന് എവിടെയെങ്കിലും പോകണമെങ്കിൽ ഡൈ ചെയ്തുകൊണ്ട് പോകാവുന്നതാണ്. അല്ലെങ്കിൽ നിങ്ങൾ ഹെയർ ഓയിൽ ആഡ് ചെയ്ത് നല്ലവണ്ണം മിക്സ് ചെയ്ത് നരച്ച മുടിയിൽ അപ്ലൈ ചെയ്യാം. പിന്നെ ശ്രദ്ധിക്കുക, ചില ആൾക്കാർ പറയുന്നുണ്ട് ഇത് തലയിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഒട്ടിപ്പിടിക്കുന്ന ഒരവസ്ഥ വരുന്നു എന്ന്. പക്ഷേ നിങ്ങൾ ശ്രദ്ധിക്കുക, മുടി മൊത്തത്തിലല്ല ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പറയുന്നത്. നരച്ച മുടിയിൽ മാത്രമായിട്ടാണ് ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പൊടിയാണ് നിങ്ങൾ തലയിൽ തൂത്ത് കൊടുക്കുന്നതെങ്കിൽ നമുക്ക് തല കഴുകേണ്ട ആവശ്യമില്ല. അറിയത്ത് പോലുമില്ല നമ്മൾ കളറ് അടിച്ചിട്ടുണ്ട് എന്ന് പോലും. അപ്പോൾ നമ്മളിത് ഈ പൊടി ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ ഒരു 6-7 മാസം വരെയൊക്കെ നമുക്ക് സിമ്പിളായിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. പിന്നെ ഒരു കാര്യം, 1 അല്ലെങ്കിൽ 2 ദിവസം മാത്രമേ ഈട് നിൽക്കത്തുള്ളൂ. നമ്മൾ കെമിക്കൽ ഡൈയുടെ അത്ര ഈട് ഇതിന് ലഭിക്കത്തില്ല. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം.